ഭൂട്ടാൻ വാഹനക്കടത്ത് കേസിൽ കസ്റ്റംസ് ആവശ്യപ്പെട്ട വാഹനങ്ങളുടെ രേഖകൾ കൈമാറാതെ ദുൽഖർ സൽമാൻ. കടത്തിക്കൊണ്ടുവന്ന നിരവധി വാഹനങ്ങൾ ദുൽഖറിന്റെ കൈവശമുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നായിരുന്നു കൂടുതൽ വാഹനങ്ങളുടെ രേഖകൾ ഹാജരാക്കാൻ കസ്റ്റംസ് ആവശ്യപ്പെട്ടത്. ദുൽഖറിനെ ഉടൻ വീണ്ടും ചോദ്യം ചെയ്തേക്കും. ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് കടത്തിയ കൂടുതൽ വാഹനങ്ങൾ ദുൽഖർ സൽമാന്റെ കൈവശമുണ്ടെന്ന് കേസന്വേഷിക്കുന്ന കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് വാഹനങ്ങളും രേഖകളും ഹാജരാക്കാൻ കസ്റ്റംസ് ആവശ്യപ്പെട്ടത്. ജൂൺ അവസാനം ദുൽഖർ സൽമാനെ കസ്റ്റംസ് ചോദ്യം ചെയ്തിരുന്നു. ചോദ്യം ചെയ്യലിൽ നികുതി വെട്ടിച്ച് കടത്തിയ വാഹനങ്ങളാണെന്ന് അറിയില്ലായിരുന്നുവെന്നും വാഹനക്കള്ളക്കടത്ത് റാക്കറ്റുമായി ബന്ധമില്ലെന്നുമായിരുന്നു ദുൽഖർ കസ്റ്റംസിന് മൊഴി നൽകിയത്. കൈവശമുള്ള കൂടുതൽ വാഹനങ്ങളും രേഖകളും ഹാജരാക്കണമെന്ന് കസ്റ്റംസ് ആവശ്യപ്പെട്ടിരുന്നു. നേരത്തെ നടത്തിയ റെയ്ഡിൽ ദുൽഖർ സൽമാനുമായി ബന്ധപ്പെട്ട 2 ലാൻഡ് റോവർ ഡിഫൻഡർ, ഒരു ടൊയോട്ട ലാൻഡ് ക്രൂസർ, ഏറ്റവും ഒടുവിൽ ഈ വർഷം മെയ്യിൽ നിസാൻ പെട്രോൾ SUV കാറുകളും കസ്റ്റഡിയിലെടുത്തിരുന്നു. കാറുകൾ കൈമാറിയ ഇടനിലക്കാരെ കേന്ദ്രീകരിച്ചുകൂടിയാണ് അന്വേഷണം. ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് കടത്തിയ വാഹനങ്ങൾ കണ്ടെത്താൻ രാജ്യവ്യാപക റെയ്ഡുകൾ നടന്നിരുന്നു. വാഹനക്കടത്തിലെ മുഖ്യ സൂത്രധാരൻ ബിശ്വജിത് ദാസായിരുന്നു വാഹനങ്ങൾ കടത്തിയെത്തിച്ചത്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി 40ഓളം വാഹനങ്ങളാണ് ഇതുവരെ പിടിച്ചെടുത്തത്. 200-ലധികം വാഹനങ്ങൾ കേരളത്തിൽ എത്തിച്ചിട്ടുണ്ടാകാമെന്നാണ് കസ്റ്റംസിന്റെ വിലയിരുത്തൽ. ജനം, കൊച്ചി.